പാകിസ്ഥാന് പേടിയില്ലാതില്ല. ഇപ്പോൾ നടക്കുന്ന ഓൺഗോയിങ് മിഡിൽ ഈസ്റ്റിലെ കോൺഫ്ലിക്റ്റ്, ഇറാനെതിരെയുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും യുദ്ധം, അതുപോലെ തന്നെ തിരിച്ചിപ്പോൾ ഇറാൻ അവരെ കൊണ്ടാവുന്ന രീതിയിൽ ശക്തമായിട്ട് ഇപ്പോൾ റീറ്റാലിയേഷൻ നടത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ കൊടുമ്പിരിക്കൊണ്ട യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഖാജ്വ ആസിഫ് പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. അത് ചിലതൊക്കെ നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല, ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. എന്നാലും അതെല്ലാം ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളായിരുന്നു. അല്ലെ ഇന്ത്യ അവരെ ആക്രമിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇനിയും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാം, അറ്റാക്ക് ഉണ്ടാകാം എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചില ആശങ്കകൾ, അല്ലെങ്കിൽ അതൊരു നമ്മൾ ചില മെസ്സേജുകൾ അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കേൾക്കുമ്പോൾ അതിനകത്തിൽ ചില വസ്തുതകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ വ്യക്തി എന്നല്ല, ഈ ഖാജ്വ ആസിഫ് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററാണ്. പുള്ളി വളരെ ഇതുപോലുള്ള ഓപ്പണായിട്ട് ബ്ലണ്ടായിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ തന്നെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം കൃത്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്, ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ അദ്ദേഹം ഒരു കാര്യം ട്വീറ്റ് ചെയ്തിരുന്നു. അത് ഈ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചായിരുന്നു. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ച് എത്രത്തോളം അത് ആശങ്ക ഉണ്ടാക്കി വെക്കുന്നതാണ്. കാരണം ഈ ഇറാൻ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിൻ്റെ ഔട്ട്കം, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്, അത് ഇന്ത്യയെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പാകിസ്ഥാനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം, വളരെ അടുത്ത് തന്നെ നടക്കുന്ന, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ അയൽ രാജ്യങ്ങളാണ് ഇറാൻ എന്ന് പറഞ്ഞത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാന് ഒരുപക്ഷെ അവരുടെ എയർബേസും മറ്റും ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അത് പിന്നീട് ഉണ്ടാക്കി വെക്കാൻ ഇറാൻ്റെ കാരണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇറാൻ്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാനിലേക്ക് ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ വന്ന് പതിക്കും. അങ്ങനെ പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഡയറക്റ്റായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. അവിടെ തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ച് ഈ രണ്ട് രാജ്യങ്ങളും വളരെ ഏറ്റവും അടുപ്പമുള്ള രാജ്യങ്ങളാണ്. ചൈനയുടെ നിലപാട് എന്തായിരിക്കും? ചൈനത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാനിൽ സ്വാധീനം ചെലുത്തിയിട്ട് ഒരുപക്ഷെ അമേരിക്കയുടെ സ്വാധീനത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ ചൈനയ്ക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ പാകിസ്ഥാൻ എയർബേസ് കൊടുക്കണമെന്ന് അമേരിക്ക പ്രഷർ ചെയ്യുമ്പോൾ ചൈനയ്ക്ക് അതിനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കുമോ? ഇറാനെ ആക്രമിക്കാൻ പാകിസ്ഥാൻ തയ്യാറാവുകയാണെങ്കിൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ എന്താകും? ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്സ് അതിൽ ഇൻവോൾവ് ആണ് ശരിക്കും പറഞ്ഞത്. ചൈന എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉള്ളതുകൊണ്ട് പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു അഡ്വഞ്ചറിനോ അല്ലെങ്കിൽ മിസ് അഡ്വഞ്ചറിനോ മുതിരുമോ എന്ന് തോന്നുന്നില്ല നമുക്ക്. ഓക്കെ, അതെന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഇറാൻ വീഴുകയാണെങ്കിൽ പാകിസ്ഥാൻ അത് ഭയങ്കരമായിട്ട് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇറാനെ ഇതുപോലെ തന്നെ നിലനിർത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ നിലനിൽക്കുക എന്നുള്ളത്, അത് പാകിസ്ഥാൻ്റെ കൂടെ ഏറ്റവും വലിയ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഇറാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കീഴ്പ്പെടുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണമാറ്റം ഉണ്ടായിട്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അനുകൂലമായിട്ടുള്ളൊരു ഭരണ സംവിധാനം ഉണ്ടാകുകയാണെങ്കിൽ അതൊരു പക്ഷേ പാകിസ്ഥാനെ ഏറ്റവും പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതായിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ട്വീറ്റിനകത്ത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ, ഈ വാറ് ഇറാൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്തതാണ് ഇസ്രായേലും അമേരിക്കയും കൂടെ. അത് ഓർക്കസ്ട്രേറ്റ് ചെയ്തത് സിയോണിസ്റ്റ് ആണ്. എന്നുവെച്ചാൽ ഇസ്രായേലിനെയാണ് പുള്ളി കടന്ന് ആക്രമിക്കുന്നത്. വളരെ ശക്തമായിട്ട് ഈ ട്വീറ്റിനകത്ത് കൂടെ ആക്രമിക്കുന്നത് ഇസ്രായേലിനെയാണ്, അതുപോലെ സിയോണിസത്തെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇത് ഇസ്രായേലിനൊരു പൊട്ടൻഷ്യൽ വിക്ടറി എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ മുകളിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു ആധിപത്യം ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡോമിനൻസ് ലഭിക്കുകയാണെങ്കിൽ, ഇസ്രായേൽ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ ഒരു പൊട്ടൻഷ്യൽ ഡേഞ്ചറാണ് എന്നാണ് പുള്ളി പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ വീണെന്നിരിക്കട്ടെ ഈ ഒരു യുദ്ധത്തിൽ, എന്നിട്ട് പുതിയ ഭരണം അവിടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സ്വാധീനമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ഭരണ സംവിധാനമാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഇസ്രായേലിൻ്റെ ടാർഗറ്റ് പാകിസ്ഥാൻ ആയിരിക്കും.
അത് ഈ പറഞ്ഞ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ഈ പറഞ്ഞ 4 രാജ്യങ്ങളോട് ഒത്തുചേർന്ന് പാകിസ്ഥാനെ എൻസർക്കിൾ ചെയ്യും. അങ്ങനെ പാകിസ്ഥാനെ ഒരു വാസൽ സ്റ്റേറ്റ് ആക്കി മാറ്റും എന്നാണ് ഈ ഖ്വാജ ആസിഫ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത്. വാസൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു പ്രവിശ്യ, രാജ്യം ഇന്നത്തെ ടേംസിൽ നമ്മൾ രാജ്യം എന്ന് പറയാം. ആ രാജ്യത്തിൻ്റെ സ്വയംഭരണാവകാശം ഒട്ടുമില്ല, മറ്റൊരു പവർഫുള്ളായിട്ടുള്ള സ്റ്റേറ്റ് ആയിരിക്കും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് പ്രായോഗിക ലോകത്ത് നമുക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി വാസൽ സ്റ്റേറ്റ് ഇഷ്ടം പോലെ ഉണ്ട്, തീർച്ചയായിട്ടും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ സൂപ്പർ പവേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിഗ് പവേഴ്സ് എന്ന് പറയുന്ന ഏതെങ്കിലും രാജ്യം അവരെക്കാൾ ചെറുതായിട്ടുള്ള ഏതെങ്കിലും രാജ്യത്തിൻ്റെ മുകളിൽ സ്വാധീനവും കൺട്രോളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയും ആ വലിയ ശക്തിയുള്ള രാജ്യം, ഇപ്പോൾ അമേരിക്ക ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ചൈന ഫോർ എക്സാമ്പിൾ എന്നൊക്കെ പറയുന്ന പോലെ, ഇപ്പോൾ അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ അവരുടെ പപ്പറ്റ് ഗവൺമെൻറ്റ്സിനെയൊക്കെ അവർ വെക്കുമല്ലോ, പാവ ഗവൺമെൻറ്റുകളൊക്കെ പല രാജ്യത്തും വെക്കുമല്ലോ. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ നേരത്തെ കർസായി അല്ലെങ്കിൽ അതുപോലുള്ള താലിബാൻ അതിനു മുമ്പ്. അപ്പോൾ അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും അതുപോലെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളാണ് വാസൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ എല്ലാം ഒരു വിക്ടിമാകും. അങ്ങനെ പാകിസ്ഥാൻ്റെ ബോർഡറിലെ വലിയ സെക്യൂരിറ്റി ഇഷ്യൂസ്, പാകിസ്ഥാൻ്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വലിയൊരു ആശങ്ക പാകിസ്ഥാനിൽ പൊതുവെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് പുള്ളി ട്വീറ്റ് ചെയ്തതിൻ്റെ ശരിക്കുള്ളൊരു എന്താണ് പറയുന്നത്, അതിൻ്റെ ഒരു കോർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റെസ്പോൺസിബിളായിട്ടുള്ളൊരു വ്യക്തിയാണ്, ബിക്കോസ് സെർവിങ് ആയിട്ടുള്ള ഡിഫൻസ് മിനിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹം, നമുക്കറിയാം ലോകത്തിപ്പോൾ ഏത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏതൊരു വ്യക്തി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാലും അതിന് തീർച്ചയായിട്ടും അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. കാരണം അവർക്ക് ചുമ്മാ അത് സാധാരണ വ്യക്തി അല്ലെങ്കിൽ അൺഒഫീഷ്യലായിട്ടുള്ളൊരു വ്യക്തി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഇവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല, അങ്ങനെ കാണാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഈവൻ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അവരൊക്കെ ആ ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒഫീഷ്യലായിട്ടുള്ളൊരു വാലിഡേഷൻ ഉണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് ശരിയോ തെറ്റെന്നുള്ളത് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ഭാഗം. പക്ഷേ അവർ ഒഫീഷ്യലായിട്ടുള്ളൊരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അവരൊരു പ്രസ്താവന അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് അതിൻ്റെ ആയിട്ടുള്ള പ്രാധാന്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ പ്രാധാന്യം ഉണ്ട്. അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, പ്രാധാന്യം ഉണ്ടെന്നല്ല, അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട് തീർച്ചയായിട്ടും. കാരണം അതിനെ പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത അവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വ്യക്തി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും. കാരണം നമുക്കറിയാം പാകിസ്ഥാൻ തീർച്ചയായിട്ടും അവരുടെ ആർമിയാണ് അവിടെ ഡോമിനൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആർമിയുടെ ഡോമിനൻസിൽ റൺ ചെയ്യുന്നൊരു രാജ്യത്ത് ഇതുപോലൊരു സിവിൽ പൊളിറ്റിക്കൽ ലീഡർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിപ്പർക്കഷൻസ് എന്തൊക്കെയാണെന്ന് ആ വ്യക്തിക്ക് അറിയാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് റെസ്പോൺസിബിളായിട്ട് തന്നെ പറഞ്ഞതായിരിക്കണം. അതിനകത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടാകാനുള്ള ഒരു എലമെൻ്റ് ഉണ്ടാകാം. നമുക്ക് അതിനെ തള്ളിക്കളയാൻ പറ്റില്ല നമുക്കത്. കാരണം അത് എന്തായാലും നമുക്കറിയാം, ഇറാനിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇറാനിലെ ഈ പറഞ്ഞ റജീം ചേഞ്ച് ഇല്ല എന്നിരിക്കട്ടെ, യുദ്ധം മുന്നോട്ട് പോയി കുറേ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സമവായത്തിലെത്തുകയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു റജീം ചേഞ്ച് അവിടുത്തെ ഗവൺമെൻറ്റിനെ മാറ്റാതിരിക്കുകയോ ഒക്കെ ചെയ്യുക ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ സ്റ്റാറ്റസ് കോ നിലനിൽക്കും. അത് അമേരിക്കയും ഇസ്രായേലും വേഴ്സസ് ഇറാൻ തമ്മിലുള്ള ചില ഡീല് അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ കൂടെ അത് മുന്നോട്ട് പോകുമായിരിക്കും. റീജിയണലായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് ഊഹിക്കാം. ഈ മറിച്ച് ഈ പറഞ്ഞ തന്നെ ഇറാനിയൻ ഗവൺമെൻറ് വീഴുകയാണെന്നിരിക്കട്ടെ, ഇപ്പോഴത്തെ ഇസ്ലാമിക് അവിടുത്തെ റിപ്പബ്ലിക് വീണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും താല്പര്യമുള്ള ഒരു പപ്പറ്റ് ഗവൺമെൻറ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ റീജിയണൽ ആയിട്ടുള്ള ഇക്വേഷൻസ് ടോട്ടലി ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ത്യക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ പാകിസ്ഥാനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അഫ്ഗാനിസ്ഥാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ പറഞ്ഞ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്രത്തോളം റിലവൻ്റ് ആണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ വാറിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ. വാറിൻ്റെ ഔട്ട്കം അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് കാണാൻ കഴിയുന്നൊരു സെനാറിയോ ആയിരിക്കും നമുക്ക്. പുള്ളി പറയുന്നത് സിയോണിസം ആണ് ഈ പറഞ്ഞ ഏരിയയിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഉള്ള എല്ലാ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റോൾ പങ്കുവഹിക്കുന്നത് എല്ലാ കോൺഫ്ലിക്റ്റിനും. എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ 48 ഇസ്രായേൽ രൂപീകൃതമായതിനു ശേഷം ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഗൾഫ് എന്ന് പറയുന്ന നമ്മളെ ഏരിയയിൽ, വെസ്റ്റ് ഏഷ്യയിൽ
ഉള്ള കോൺഫ്ലിക്റ്റിൻ്റെ എല്ലാം കാരണക്കാർ സിയോണിസമാണ്, അല്ലെങ്കിൽ സിയോണിസ്റ്റ് ആണെന്നാണ്. അതായത് ഇസ്രായേലിനെ രൂപീകരിച്ച ആ ഒരു ഐഡിയോളജിയുടെ കാര്യമാണ് സിയോണിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഗ്ലോബൽ പവേഴ്സ് എല്ലാം സിയോണിസ്റ്റിൻ്റെ ഒരു ഹോസ്റ്റേജാണ്. അത് അമേരിക്കയെ ഉദ്ദേശിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. കാരണം നമ്മളിപ്പം അമേരിക്കയാണല്ലോ ഇസ്രായേലുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള, എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഹെൽപ്പും കൊടുക്കുന്ന ഒരു രാജ്യം അമേരിക്കയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മേജർ ഗ്ലോബൽ പവേഴ്സ് സിയോണിസത്തിൻ്റെ ഹോസ്റ്റേജ് ആണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക ഉദ്ദേശമായിരിക്കും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഗ്ലോബൽ എക്കോണമിയുടെയൊക്കെ ദിശ ഈ ദശാബ്ദങ്ങളായിട്ട് നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ തീരുമാനിക്കുന്നതൊക്കെ തന്നെ ഈ പറഞ്ഞ സിയോണിസ്റ്റ് അമേരിക്കൻ ആക്സിസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇറാനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പറയുന്നത് ഇതിന് ഒരു ഒഫീഷ്യലായിട്ടുള്ള വ്യക്തിയാണ്, തീർച്ചയായിട്ടും നമ്മൾ അതിന് ഒഫീഷ്യലായിട്ടുള്ള വെയിറ്റേജ് ഉണ്ട് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അതിന് അതിൻ്റെ ആയിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അപ്പോൾ ആദ്യമേ പറഞ്ഞു ഇറാൻ്റെ മുകളിൽ ഈ വാറ് ഇമ്പോസ് ചെയ്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്ന അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നത് ഇറാന് ഈ എഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയർ ഫീൽഡിൻ്റെ ന്യൂക്ലിയർ എനർജിയുടെ കാര്യത്തിൽ നമുക്കറിയാം ഇറാന് അമേരിക്കയോട്ടൊക്കെ അവർ സമവായത്തിൽ പോകാൻ തയ്യാറൊക്കെയായിരുന്നു. അതുപോലെ തന്നെ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും കഴിഞ്ഞ വർഷവും ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ച സമയത്തും പീസ് ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അന്നേരം അതിനെ വയലേറ്റ് ചെയ്താണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചത്. ഈ സമയവും യുദ്ധം തുടങ്ങിയ സമയത്തും ഒമാനിലെ അവർ തമ്മിലുള്ള നെഗോസിയേഷൻസ് അല്ലെങ്കിൽ ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്ന് ഒമാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഒഫീഷ്യലായിട്ട് തന്നെ അദ്ദേഹം അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ വാർ ഇമ്പോസ് ചെയ്തതും ഇതെല്ലാം സിയോണിസ്റ്റാണ്. അത് പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ വരെ സിയോണിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സ്വാധീനം എത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു ആശങ്ക അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ആൾക്കാരോടാണ് ഇത് വാൺ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞത് പാകിസ്ഥാനീസിനോടാണ് ഇത് വാൺ ചെയ്യുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ കരുതിയിരുന്നുള്ളൂ ഇറാൻ ഫോൾ ചെയ്യുകയാണെങ്കിൽ, ഇറാൻ വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ അടുത്ത ടാർഗറ്റ് പാകിസ്ഥാൻ ആകാനുള്ള സാധ്യതയുണ്ട്. അതും ഈ ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ, കാരണം ഇറാൻ അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാനും അവരുടെ കൂടെ കാണുമല്ലോ. ഇപ്പോഴത്തെ ഇറാനല്ല, ഇറാൻ വീണ് കഴിഞ്ഞാൽ പുതിയ അമേരിക്കൻ ഇസ്രായേലി ആക്സിസിൻ്റെ പപ്പറ്റ് ഗവൺമെൻറ് ഇറാനിൽ വന്നു കഴിഞ്ഞാൽ ആ ഇറാൻ്റെ കാര്യമാണ് ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ. കാരണം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും പൊരിഞ്ഞായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയുടെ പപ്പറ്റാണ്, അല്ലെങ്കിൽ ഇന്ത്യ പറയുന്ന അനുസരിച്ചാണ് താലിബാൻ അവിടെ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്നതാണ് പാകിസ്ഥാൻ പറയുന്നത്. അപ്പോൾ ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് പാകിസ്ഥാന് പണിതരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ പ്ലസ് ഇസ്രായേൽ, അമേരിക്ക ഇത് പാകിസ്ഥാനെതിരെ യുണൈറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ യുണൈറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇസ്രായേൽ ഇതിനകത്തിൽ ഒരു വിന്നറായാൽ ഈ യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഇറാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇറാൻ കൈവിട്ടു പോവുകയാണെങ്കിൽ, എന്നുവെച്ചാൽ അവിടുത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലും അമേരിക്കയും വിക്ടോറിയസ് ആകുകയാണെങ്കിൽ അവരുടെ അടുത്ത ടാർഗറ്റ് പാകിസ്ഥാനായിരിക്കും. അത് ഇന്ത്യ ഉപയോഗിച്ചുണ്ടായിരിക്കും. കാരണം വാർ പ്രൊവോക്ക് ചെയ്തിട്ട്, ഇന്ത്യയായിട്ടുള്ള വാർ പ്രൊവോക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ കൊണ്ട് പാകിസ്ഥാനെ ആക്രമിപ്പിക്കുക, അങ്ങനെ ഇന്ത്യക്ക് എല്ലാ സർവ്വവിധ സഹായങ്ങളും നൽകി പാകിസ്ഥാനെ ഒന്നുകിൽ ബൈഫർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബാൾക്കനൈസ് ചെയ്യാനുള്ള പദ്ധതിയാണ് അടുത്തത് എന്നാണ് പറയുന്നത്. ഒരു ജോയിൻറ്റ് സിംഗിൾ പോയിൻ്റ് അജണ്ടയാണ് പാകിസ്ഥാനെതിരെ ഇവർ ഉപയോഗിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ബോർഡർ ഇൻസെക്യൂറാണ്. പാകിസ്ഥാനിലെ ജനങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മൾ സറൗണ്ടഡ് ബൈ എനിമീസ്, അതായത് ശത്രുക്കളാൽ നമ്മൾ ചുറ്റപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വളയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു വാസൽ സ്റ്റേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വാസൽ സ്റ്റേറ്റ് ആകും എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ ഇറാനും തമ്മിൽ ഏകദേശം 900 കിലോമീറ്ററിൻ്റെ അതിർത്തി പങ്കിടുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ പറഞ്ഞൊരു പ്രസ്താവന ഇത് നമുക്ക് സില്ലിയായിട്ട് നമുക്കിതിനെ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. കാരണം ഇതിനകത്തിൽ ചിലപ്പോൾ ഒരു വസ്തുത ഉണ്ടാകാം, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇസ്രായേൽ ഓൾറെഡി അവരുടെ അടുത്ത ഫെയിൽഡ് സ്റ്റേറ്റ് നറേറ്റീവ് ഒരു പക്ഷേ നമ്മൾ പൊതുവെ റിപ്പോർട്ടിൽ വായിക്കുന്നതാണ്. കാരണം ടർക്കി നേറ്റോയിലെ ഒരു മെമ്പർ ആയതുകൊണ്ട് എത്രത്തോളം ഇസ്രായേലും ടർക്കിയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും നമുക്കറിയില്ല. അതുപോലെ തന്നെ ഇസ്രായേൽ വേഴ്സസ് സൗദി അറേബ്യ മോസ്റ്റ് പ്രോബബിൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ ഡിസാം ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ.
എന്നാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ജിയോ പൊളിറ്റിക്സിൻ്റെ പിവോട്ട് എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ വെച്ചിട്ട് തൽസ്ഥിതിയിൽ വെച്ചിട്ട് നമുക്ക് നാളത്തെ ജിയോ പൊളിറ്റിക്സ് ഒന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ഇങ്ങനൊരു ആശങ്ക പാകിസ്ഥാൻ ഉണ്ട് എന്നുള്ളത് പങ്കുവച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാകും എന്നുള്ളത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. എന്നാൽ മാത്രമേ നമുക്കൊരു ഏകദേശ പിക്ചർ ലഭിക്കൂ. അന്നേരം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് തീർച്ചയായിട്ടും ഇതെന്ന് പറയാൻ പറ്റത്തില്ല. ഇസ്രായേലിൻ്റെ റീജിയണൽ എക്സ്പാൻഷന് ഈ പറഞ്ഞ യുദ്ധങ്ങളൊക്കെ വളരെ അത്യാവശ്യമാണ്. അതിന് ഏറ്റവും വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന ഏറ്റവും മിഡിൽ ഈസ്റ്റിലെ ഒരു പവർഫുൾ രാജ്യമാണ് ഇറാൻ. അതുകൊണ്ടാണ് ഇറാനെ അവർ ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നതും ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതും എന്നൊക്കെയാണ് ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ ഈ ഡിഫൻസ് മിനിസ്റ്ററിൻ്റെ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ദർ ആർ ഇൻഡിക്കേഷൻസ്, ചില സൂചനകൾ നമുക്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കാരണം ഈ ഡിഫൻസ് മിനിസ്റ്ററിൻ്റെ മുമ്പുള്ള പ്രസ്താവനകളൊക്കെ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ പറയാം, ഒന്നാമത്തെ ഇനത്തിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. കാരണം റെസ്പോൺസിബിളായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള കമൻറ്റുകൾ, അവരുടെ ഒപ്പീനിയൻസ് പോലും തീർച്ചയായിട്ടും വളരെ അതിനകത്തിൽ അവരെന്താണ് പറയുന്നത് അതിനെ നമുക്ക് സൂക്ഷ്മമായിട്ട് നമുക്ക് കാണുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം അവരിതുപോലെ ഒഫീഷ്യലി റെസ്പോൺസിബിളായിട്ടുള്ളൊരു സ്ഥാനത്ത് നിന്നുണ്ട് ഇങ്ങനെ ഇറസ്പോൺസിബിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ ഞാൻ പറയാം, ഇപ്പം ഡൊണാൾഡ് ട്രംപ് പല കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ലോകത്തിലെ ഏറ്റവും സൂപ്പർ പവർ എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ തലവനാണ് പബ്ലിക്കായിട്ട് പ്രസിഡൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ അഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ തന്നെ പല കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ ആയിട്ടുള്ള ബന്ധങ്ങളുടെ കാര്യമായാലും ഇന്ത്യയുടെ ആയിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങളുടെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ സൗദി ആയിട്ടുള്ള കാര്യങ്ങളായാലും ഏത് കാര്യത്തിലായാലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ സാധാരണ വ്യക്തി ഒരു കാര്യം പറയുന്നത് പോലെ ഇതുപോലുള്ള ഒഫീഷ്യലായിട്ടുള്ള അത് പിന്നീട് അതിൻ്റെ ശരിതെറ്റുകളെ ഡിപ്പെൻഡ് ചെയ്ത് അവരതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് അത് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. പക്ഷേ നമുക്ക് അവരൊരു കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ അതിനകത്ത് അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റെസ്പോൺസിബിളായിട്ടുള്ള സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് അങ്ങനെ ബ്ലണ്ടായിട്ട് ഒരിക്കലും ഒന്നും പറയാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററിൻ്റെ ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിലവൻസ് ഉണ്ടോ അല്ലെങ്കിൽ അതിനകത്തിൽ എന്തെങ്കിലും ഒരു കാര്യമാത്രമായിട്ട് ഏതെങ്കിലും കണ്ടൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഈ പറഞ്ഞ യുദ്ധത്തിൻ്റെ പരിണതഫലം അല്ലെങ്കിൽ യുദ്ധം എങ്ങനെ പരിണമിക്കുന്നു, അതിനകത്തിൽ ആര് വിന്നറാകും അല്ലെങ്കിൽ ആരൊരു ലൂസറാകും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരിക്കും നമ്മളുടെ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഈവൻ ചൈന ഉൾപ്പെടുന്ന ഒരു റീജിയനിലെ ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസും മാറുന്നതും അല്ലെങ്കിൽ മാറാതിരിക്കുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ.